നമ്മുടെ ഇപ്പൊ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പിന്നെ ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഇപ്പോൾ നേരിമംഗലം, കോതമംഗലം, പെരുമ്പാവൂർ തുടങ്ങിയ ആ ബെൽറ്റ്. അപ്പൊ അവിടെ നമ്മൾ കരുതിയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇടമലയാർ ആ ഭാഗത്തൊക്കെ, ആനമുടി ആ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡാമുകളുടെ കാച്ച്മെന്റ് ഏരിയയിൽ ഇപ്പൊ ഇന്നലെ മൂഴിയാർ, കല്ലാർകുട്ടി ഡാമിന്റെ ഒക്കെ കാച്ച്മെന്റ് ഏരിയയിൽ ആവശ്യത്തിന് മഴ പെയ്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി കൂടും, ഈ ദിവസങ്ങളിൽ വീണ്ടും കൂടും. അപ്പോൾ ചെറിയ ഡാമുകളുടെ കാച്ച്മെന്റ് ഏരിയയിൽ മഴ കൂടുതൽ പെയ്യുമ്പോൾ ചിലതൊക്കെ തുറന്നു വിടേണ്ടി വരും. ഇനിയും ചിലപ്പോൾ ഈ മൂഴിയാറൊക്കെ തുറന്നു വിടേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇതിന്റെ പ്രശ്നം വരുന്നത് കോട്ടയത്തേക്കും പിന്നെ ആലപ്പുഴ ജില്ലയിലേക്കുമാണ് ഇതിന്റെ ഈ വെള്ളമെല്ലാം കൂടി ഒഴുകി പോകുന്നത്. അതിപ്പോൾ ചിലപ്പോൾ 1 2 3 ദിവസം എടുത്തിട്ടായിരിക്കും ഇത് മൊത്തം കാട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഒഴുകി നദികളിലൂടെ കുട്ടനാട്ടും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന 3 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അത് ഈ തുടർച്ചയായിട്ട് 9-ാം തീയതി വരെ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ 9-ാം തീയതി വരെ നമുക്കിപ്പോൾ പറയാവുന്നത് നല്ല മഴ, പ്രത്യേകിച്ച് 6, 7, 8, 9 തീയതികളിൽ നല്ല മഴ പെയ്യും. ഇതിലും കൂടുതൽ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. 7, 8 ആ തീയതികൾ കുറച്ചുകൂടി വൾണറബിൾ ആണ്. അപ്പൊ വീണ്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇപ്പൊ വെറും 23% മാത്രമാണ് കേരളത്തിലെ മഴക്കുറവ്. അത് മിക്കവാറും മേക്കപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പം ഏകദേശം ഒരു 55 ദിവസം കൂടി മൺസൂണുണ്ട്. ഈ കാലവർഷം എന്ന് പറയുന്നത് 55 ദിവസം, 55, 56 ദിവസം കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡെഫിസിറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പം ഒരു നോർമൽ മൺസൂൺ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് ട്രിവാൻഡ്രത്ത് മാത്രമാണ് ഈ നോർമൽ മൺസൂൺ ലഭിക്കുക എന്നുള്ളതാണ്. മറ്റതൊക്കെ ഒരു നിയർ ടു നോർമൽ, അതായത് ലോങ് പീരീഡ് ആവറേജിന്റെ ഒരു 20% വരെ വന്നു കഴിഞ്ഞാൽ നോർമൽ എന്നാണ്. അതായത് -19 to +19 നോർമൽ ആണെന്നാണ് പറയുക IMDയുടെ കണക്കനുസരിച്ച്. അപ്പൊ അതുപോലെ ഒരു നോർമൽ മൺസൂണിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് ഇതുവരെയുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും മഴ പെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒരു 1000 മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടണം 2 മാസം കൊണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓഗസ്റ്റിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓഗസ്റ്റ് 3-ാമത്തെ ആഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ മേഘഭാഗങ്ങൾ കേരളത്തിന്റെ ഭാഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടെമ്പറേച്ചർ പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കേരളത്തിലേക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടാനായിട്ടും സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള മഴ, നമുക്ക് ഇപ്പോഴത്തെ ഈ മഴയുടെ ഇതെന്ന് പറയുന്നത് ഇഫക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തുടർച്ചയായിട്ട് പെയ്ത മഴയുടെ ഇഫക്റ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ ചൂട് കൂടിയിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മഴ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ തുടർച്ചയായിട്ട് 2-3 ദിവസം മഴ പെയ്തുകൊണ്ട് ഭൂഭാഗം തണുക്കുകയും ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ടാവുകയും അവിടുന്ന് കാറ്റിന്റെ ഫ്ലോ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം അവസ്ഥകൾ ഇനിയും സംജാതമാകും. ഏതായാലും 9-ാം തീയതി വരെ ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം നേരത്തെ തന്നെ പറയുമ്പോ നിലവില് പത്തനംതിട്ടയിലും മറ്റും ഒക്കെ തന്നെ പെയ്ത മഴയുടെ വെള്ളം ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല, പുറത്തേക്ക് പോയിട്ടില്ല, ഉൾവലിഞ്ഞിട്ടില്ല. നിലവിലും വെള്ളക്കെട്ടും കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ വലിയ തോതിൽ തന്നെയാണ് ജനജീവിതത്തെ ബാധിക്കുന്നത്. ക്യാമ്പുകളിലൊക്കെയായി അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ട് മാറാത്ത സാഹചര്യത്തിൽ ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കില്ലേ? ഇനിയും മഴ പെയ്യും, ഇനിയും വെള്ളം കയറും, യാതൊരു സംശയമില്ല. 9-ാം തീയതി വരെ ഇപ്പൊ 9-ാം തീയതി വരെ എന്ന് പറയുന്നത് 9-ാം തീയതി എന്ന് പറയുന്ന വളരെ ദൂരെയാണ് ശരിക്കും. കാരണം ഈ അലർട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് മാത്രമേ ഒരു 60-70% പ്രോബബിലിറ്റി ഉള്ള അലർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 30-ാം തീയതിത്തെ പ്രശ്നം ഞാൻ 28-ാം തീയതി തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഞാൻ കൊടുത്തു. കാരണം ഞാനൊരു സ്വകാര്യ വ്യക്തി ആയതുകൊണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടും ഞാൻ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടി കൊടുത്തു. എനിക്കറിയാമായിരുന്നു 31-ാം തീയതി ഞാൻ 30, 31 എന്നുള്ളത് വളരെ വൾണറബിൾ ആണെന്ന് എനിക്കറിയായിരുന്നു. 30, 31, 1. അപ്പോൾ ഈ തീയതികളിൽ 31-ാം തീയതി സായാഹ്നം മുതലാണ് ഈ ഒരു അപകടകരമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ 30-ാം തീയതി പെയ്യേണ്ട മഴയും കൂടി ചേർന്ന് 31-ാം തീയതി പെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പേ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാമല്ലോ 6, 7, 8 തീയതികളിൽ നല്ല മഴയായിരിക്കും എന്ന് നമുക്കറിയാം. അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പെയ്യും. അത് മാത്രമല്ല, ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരു ദിവസം മുമ്പ്, ഒരു 6 മണിക്കൂർ മുമ്പ് തീക്കോയി, പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട, സീതത്തോട്, റാന്നി, ഗവി, കോന്നി തുടങ്ങിയ ഇടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നത്
ഏഹ് എനിക്കറിയാമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. സുഹൃത്തുക്കളൊക്കെ ചിലരൊക്കെ ഈ ഇവിടൊക്കെ പോകാനായിട്ടിരുന്നതാണ് വാഗമണ്ണൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒന്നും പോകരുത്. കാരണം അവിടെ ഒരു കാരണവശാലും പോകരുത്. കാരണം രാത്രി നല്ല മഴ പെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഈ മഴ ശക്തി പ്രാപിക്കുന്നതും ഈ സ്ഥലങ്ങളിലെല്ലാം പെയ്യുന്നതും ഞാൻ എന്റേതായിട്ടുള്ള മെത്തേഡ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് റിയൽ ടൈം. അപ്പോ ഈ അലർട്ടുകള് ഒരിക്കലും ഭയങ്കര അപര്യാപ്തതയാണ് IMDയുടെ അലർട്ടുകളിൽ. പിന്നെ ഒരു ഇമ്പാക്ട് ബേസ്ഡ് അസസ്മെന്റ് ആണ് വേണ്ടത്. അതായത് ഈ റെഡ് അലേർട്ട് എന്ന് പറയുന്ന ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഒരേ രീതിയിലുള്ള അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഇടുക്കിയിൽ റെഡ് അലേർട്ട് ഉള്ള എക്സ്ട്രീംലി റെയിൻഫോൾ പെയ്തു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്ന താഴെ അവിടെയും എഫക്ട് ചെയ്യും, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. പിന്നെ ഈ കോട്ടയം പോലെ ആലപ്പുഴ പോലെയുള്ള ജില്ലകളെയും ബാധിക്കും. ഇപ്പൊ കോസ്റ്റൽ ഏരിയകളാണെന്നുണ്ടെങ്കിൽ ഈ തീരദേശത്തിനെ ശരിക്കും ബാധിക്കും, വെള്ളക്കെട്ടുണ്ടാവും. അത്ര ഒരു ഇമ്പാക്ട് മാത്രമേ നഗരപ്രദേശങ്ങളിലുള്ളൂ. പക്ഷെ മറ്റിടങ്ങളിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ നാശം വരുന്നത്. കെട്ടിടങ്ങളൊക്കെ നശിക്കുക, ഈ സ്ഥലം ഒരു ലാൻഡ് തന്നെ ഒഴുകി പോവുക, ഉരുൾപൊട്ടലുണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത്തരത്തിലുള്ള ഭീഷണി ഒഴിവായിട്ടില്ല. നമുക്ക് ഈ 9-ാം തീയതി വരെ ഈ ഘട്ടത്തിൽ 9-ാം തീയതി വരെയുള്ള അലർട്ട് എന്ന് പറയുന്നത് ഏത് സമയത്തും തീവ്രമായ മഴ പെയ്യാം. തീവ്രമായ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും മറ്റതിന്റെ ആവർത്തനം ഉണ്ടാവും. ചിലപ്പം നമുക്ക് ഇപ്പൊ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ ഇപ്പൊ ഈ 6, 7, 8, 9 തീയതികളിൽ ലഭിച്ചേക്കാം. ഏതായാലും നമ്മൾക്ക് 31-ാം തീയതി ലഭിച്ചതിന്റെ ഒരു 60% മഴയെങ്കിലും ഈ എസ്പെഷ്യലി 7, 8, 9 തീയതികളിൽ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് കാറ്റിന്റെ ശക്തി കൂടിയത് കൊണ്ട് സായാഹ്നത്തിൽ എപ്പോഴും വൈകുന്നേരം കഴിഞ്ഞിട്ടാണ്, ഈ ഉച്ചയ്ക്കൊന്നും മഴ പെയ്യത്തില്ല. സായാഹ്നം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇമ്പാക്ട് കൂടാൻ പോകുന്നത്. 8, 9, 10, 11, 12 അങ്ങനെ തുടരും. പിന്നെ അതിനുശേഷം അത് മോഡറേറ്റ് ആവും. അതാണ് ഇപ്പോഴത്തെ ഒരു മഴയുടെ ഒരു പാറ്റേൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ വയനാട്, പിന്നെ കോഴിക്കോടിന്റെ മലയോര ജില്ലകൾ, മലയോര മേഖലകൾ, കണ്ണൂരിന്റെ മലയോര മേഖലകൾ, കാസർഗോഡിന്റെ അവിടെയും പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് പറഞ്ഞാൽ അതൊരു വേറൊരു സിസ്റ്റമാണ്. നമുക്ക് തെക്കൻ കേരളത്തിലുണ്ട്, മധ്യ കേരളത്തിലും ഉണ്ടാകുന്ന സിസ്റ്റത്തിന്റെ സ്വാധീനം മൂലമല്ല വടക്കൻ കേരളത്തിൽ പെയ്യുന്നത്. അതാണ് ഇതിന് രണ്ടിന്റെയും വ്യത്യാസം. അതുകൊണ്ടാണ് അവിടുത്തെ മഴപ്പെയ്ത്തിലെയും ഇവിടുത്തെ മഴപ്പെയ്ത്തിലെയും ആ ഒരു പാറ്റേണിൽ വ്യത്യാസം. അതുകൊണ്ടാണ് അവിടെ മഴപ്പെയ്ത്ത് വേറെ ഒരു പാറ്റേണിലാണ് പെയ്യുന്നത്. അത് വേറൊരു സിസ്റ്റമാണ് അവിടുത്തെ അതിന് മഴയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറുനിന്ന് വരുന്ന മേഘങ്ങളാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഇമ്പാക്ട് കൂടുതലാണ്. കാരണം അധികം ദൂരം സഞ്ചരിക്കാതെയാണ് ഈ മേഘങ്ങൾ നേരെ കേരളത്തിലേക്ക് കയറുന്നത്. കഴിഞ്ഞ ദിവസം ഈ 31-ാം തീയതിക്ക് മുമ്പ് ഏകദേശം ഒരു 1500 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു മേഘമായിരുന്നു ഫോം ചെയ്തത് ഈ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിൽ. അതിങ്ങോട്ട് കയറിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ 2018-നേക്കാൾ തീവ്രമായ അവസ്ഥ സംജാതമായേനെ. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കേരളത്തിലേക്ക് കയറിയത്. ആ അവശിഷ്ടങ്ങൾ ആണ് ഈ മലമ്പ്രദേശങ്ങളിൽ മഴയുണ്ടാക്കിയത്. അതിന് നമുക്ക് സഹായിച്ചെന്ന് പറഞ്ഞാൽ 2 തരം കാറ്റുകൾ, അതായത് ഒന്ന് പടിഞ്ഞാറൻ കാറ്റും ഒന്ന് വടക്ക് പടിഞ്ഞാറൻ കാറ്റും വന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിസ്റ്റം ഡിസിപ്പേറ്റ് ചെയ്തു പോയി. അത് ശ്രീലങ്കയുടെ ഭാഗത്ത്, ശ്രീലങ്കയുടെയും ഇന്ത്യൻ ടിപ്പിന്റെയും കോമറിൻ ഏരിയയിൽ കൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് പോയി. അത് ഡിസിപ്പേറ്റ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ. നമുക്കിവിടെ മഴ ലഭിക്കുന്ന സമയത്ത് ശ്രീലങ്കയുടെ പകുതിയോളം പടിഞ്ഞാറൻ ഭാഗത്ത് നല്ല മഴയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവോയ്ഡ് ആയി. അപ്പൊ ഇനിയും അത് രൂപം കൊള്ളും. ഇപ്പൊ ഇച്ചിരി നേർത്തിട്ടുണ്ട്. പക്ഷെ ഉച്ച കഴിയുമ്പോൾ ഈ മേഘഭാഗങ്ങൾ കുറച്ചുകൂടി കനം വെക്കും. അത് ഈ കാറ്റിന്റെ സഹായത്തോടുകൂടി നേരേക്ക് കയറും. കാരണം കേരളത്തിലെ ഭൂഭാഗം തണുത്തു കഴിയുമ്പോൾ അറബിക്കടലിന്റെ താപം ഒരേപോലെ നിലനിൽക്കുകയാണ്. 28-29 ഡിഗ്രി ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ താപം കൂടുമ്പോൾ നേരെ ആ മേഘങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകും, മഴയുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ സാധാരണ മൺസൂൺ, ഇതൊക്കെ ഒരു സ്വാഭാവികമായ മൺസൂൺ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ചിലയിടങ്ങളിൽ മലമ്പ്രദേശങ്ങളിൽ ഒരു ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറഞ്ഞുണ്ട്. മലമ്പ്രദേശങ്ങളാകുമ്പോൾ മേഘങ്ങൾ കുന്നുകൂടും. ഇങ്ങനെ വനഞ്ചെരിവിലൂടെ കയറി വായു കയറി ഈർപ്പമൊക്കെ കയറി മേഘങ്ങൾക്ക് വലിപ്പം വെക്കും. അങ്ങനെയാണ് അത് പെട്ടെന്ന് ആ ഭാഗത്ത് തീവ്രമായ മഴയുണ്ടാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.